അൻവർ വളരെ ബോധപൂർവം നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇന്നലെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ അജണ്ട CPIM-നെ സംബന്ധിച്ചിടത്തോളം വ്യക്തതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് യാതൊരു അത്ഭുതവും ഇക്കാര്യത്തിലില്ല. ഇതിലേക്ക് എത്തിക്കും എന്നതിനെ സംബന്ധിച്ച് നല്ല വ്യക്തത CPIM-നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 24-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി നടക്കുന്ന സമ്മേളനങ്ങളിലെ ചർച്ചകൾ വേറെ ഒരു തലത്തിലേക്ക് എത്തിച്ച് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി രൂപപ്പെടുത്തിയതാണിത്. മുമ്പേ തുടങ്ങിയതാണ്. ഇപ്പോൾ അൻവറെ സ്വീകരിക്കാൻ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് തയ്യാറായിരിക്കുകയാണല്ലോ. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് അൻവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഞങ്ങളതിൽ അവിശ്വസിക്കുന്നില്ല, അതെല്ലാം സത്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് 150 കോടി രൂപ മത്സ്യവണ്ടിയിൽ കടത്തി കേരളത്തിലേക്ക് കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് അൻവർ പറഞ്ഞിരുന്നു. അതുകൂടി ഈ പറഞ്ഞ കാര്യത്തിൻ്റെ ഭാഗമായി ഒന്ന് കൂട്ടിച്ചേർത്ത് വായിച്ചാൽ എന്താണ് സുധാകരൻ സ്വീകരിക്കുന്നതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലാവും. പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവിനോട് പത്രക്കാർ ചോദിച്ച സമയത്ത് അദ്ദേഹം നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരായി അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള KPCC പ്രസിഡന്റിന് കിട്ടിയിട്ടുള്ള ഒരു ആയുധം എന്നുള്ള നിലയിൽ ഇപ്പോൾ ഇത് KPCC പ്രസിഡന്റ് ഉപയോഗിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും അതിന് മറുപടി പറയണം. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും ഇത് തന്നെ സൂചിപ്പിച്ചിരിക്കുകയാണ്. KPCC പ്രസിഡന്റ് പറഞ്ഞതിനോട് ഒപ്പം നിന്നുകൊണ്ടാണ് രമേശ് ചെന്നിത്തലയും ഇപ്പോൾ പത്രക്കാരെ കണ്ട് സംസാരിച്ചത്. അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെതിരായി അൻവർ ഉന്നയിച്ച അതീവ ഗുരുതരമായിട്ടുള്ള ആരോപണം, അതിനെ സംബന്ധിച്ചിട്ടുള്ള അഭിപ്രായം ആദ്യം പറയണം, എന്നിട്ട് സ്വീകരിച്ചോട്ടെ, അതിൽ യാതൊരു പ്രശ്നവുമില്ല. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു പരിഭ്രാന്തിയുമില്ല. ഒരു കാര്യം ഞങ്ങൾ പറയാം, ഒരു ചുക്കും കേരള രാഷ്ട്രീയത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംഭവിക്കാൻ പോകുന്നില്ല. അൻവർ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തിൽ ഗവൺമെൻറ് കണ്ട് ഗവൺമെൻറ് തലത്തിൽ അന്വേഷണം നടത്തുകയാണ്. അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന അജിത് കുമാറിനെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം, അത് RSSനെതിരെ കണ്ടു ഒന്നതാണ്. രണ്ടാമത് ADGP പണിയുന്ന വീടിനെ സംബന്ധിച്ചാണ്. മറ്റൊന്ന് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇക്കാര്യങ്ങൾ DGPയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു DGP അല്ല, 2 DGP. ഒന്ന് വിജിലൻസിൻ്റെ DGP ആണൊന്ന് അന്വേഷിക്കുന്നത്, അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. മറ്റൊന്ന് DGP ജനറൽ DGP, അദ്ദേഹം അന്വേഷിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വലിയൊരു ടീമാണ് അന്വേഷിക്കുന്നത്, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് അന്വേഷിക്കുന്നത്. ഒന്നന്വേഷിച്ചത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ADGP ആണ്, അജിത് കുമാറാണ്. അജിത് കുമാറിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില ഭേദഗതികൾ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായി DGPയുടെ ഭാഗത്തുനിന്ന് വന്നു. അത് ലോ സെക്രട്ടറിക്ക് റെഫർ ചെയ്തു. ലോ സെക്രട്ടറി ഇപ്പോൾ ഒരു ശുപാർശ ഗവൺമെൻറ്റിനോട് നടത്തിയിട്ടുണ്ട്, വിശ്വാസില്ല. അതും ഗവൺമെൻറ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ ഗൗരവത്തിൽ തന്നെ. അപ്പോൾ അദ്ദേഹം ആദ്യം ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള അന്വേഷണവും അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളിലേക്കും ഗവൺമെൻറ് പോകുമ്പോൾ അൻവർ ആദ്യം തന്നെ ഉന്നയിച്ച ആരോപണങ്ങളിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുന്നതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും മടിയുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ സംശയം.
അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റുമായി സഹകരിക്കുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. DGPയെ സംബന്ധിച്ച് ഒരാളും ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ലല്ലോ. DGP വിജിലൻസിനെ സംബന്ധിച്ച് ഒരാക്ഷേപവും പറഞ്ഞിട്ടില്ലല്ലോ. അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണത്തെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. അപ്പോൾ എന്തിനായി പുതിയ വെളിപ്പെടുത്തൽ? പുതിയ വെളിപ്പെടുത്തലല്ല, പഴയ ആയുധങ്ങൾ അത് തുരുമ്പ് പിടിച്ച് കിടക്കുകയാണ്. അതാണിപ്പോൾ എടുത്ത് കൊണ്ടുവന്നത്. കേരള രാഷ്ട്രീയത്തിൽ ഒരാളും ശ്രദ്ധിക്കാത്ത കുറേ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ആ ആരോപണങ്ങൾ UDFും BJPയും ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അതാണിപ്പോൾ അൻവർ വീണ്ടും പറയട്ടെ പൊടിമുട്ടി എടുത്തിട്ടുള്ളത്.